നമസ്കാരം. ഒരു റീൽ നിമിഷം നേരം കൊണ്ട് വൈറലായ ഒരു ദൃശ്യം. ഒടുവിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ തന്നെ കവർന്നെടുത്ത ദാരുണമായ അന്ത്യം. സോഷ്യൽ മീഡിയയുടെ ലോകം പലപ്പോഴും അത്ഭുതങ്ങളെയും ആഘോഷങ്ങളെയും മാത്രമല്ല, ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും നമ്മുടെ മുന്നിലേക്ക് വലിച്ചിഴയ്ക്കാറുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ കാര്യത്തിൽ സംഭവിച്ചതും മറ്റൊന്നായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം റീലിലൂടെ പ്രചരിച്ച ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞു. ദീപക് ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തപ്പോൾ ആ സംഭവത്തിന് പിന്നിൽ നിഴൽ വീഴ്ത്തി നിന്ന പ്രതിയായ യുവതി ഷിംജിത മുസ്തഫ ഇപ്പോൾ എവിടെയാണ്? യുവതി ഒളിവിലാണെന്നാണ് സൂചന. അതേസമയം യുവതി ദുബായിലേക്ക് പോയി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ദീപകിന്റെ ദാരുണമായ മരണം. ബസ് യാത്രയ്ക്കിടെ സംഭവിച്ച ഒരു ചെറിയ പ്രശ്നം ഷിംജിത മുസ്തഫ എന്ന യുവതി മൊബൈലിൽ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ റീലായി പോസ്റ്റ് ചെയ്തതോടെയാണ് കാര്യങ്ങൾ വഷളായത്. ലൈംഗിക അതിക്രമ ആരോപണങ്ങളോടെ പ്രചരിച്ച ആ വീഡിയോ ദീപകിനെ മാനസികമായി തളർത്തി. കുടുംബവും കൂട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത് ആ വീഡിയോ വൈറലായതോടെ ദീപക് മാനസികമായി ഏറെ തകർന്നിരുന്നുവെന്നാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തീ പോലെ പടർന്നപ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് അയാൾ വിശ്വസിച്ചിരിക്കണം. ഒടുവിൽ ആ ചെറുപ്പക്കാരൻ മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ നീതി തേടി അമ്മ രംഗത്തെത്തിയതോടെയാണ് കഥ പുതിയ വഴിത്തിരിവിലെത്തിയത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ഷിംജിത മുസ്തഫയ്ക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ യുവതിയെ കാണാതായെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. വടകര സ്വദേശിനിയായ ഷിംജിത മുസ്തഫയെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇപ്പോൾ പ്രധാന വെല്ലുവിളിയായിരിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതാണ്. ഫോൺ കണ്ടെത്താനായാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം ഷിംജിതയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷയാകുമ്പോൾ അവരുടെ ഡിജിറ്റൽ അടയാളങ്ങൾ പിന്തുടർന്ന് കുടുക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. ദീപകിന്റെ വീഡിയോ വൈറലായപ്പോൾ തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഷിംജിത ഒരു വാദം ഉയർത്തിയിരുന്നു. ബസ് യാത്രയ്ക്കിടെ നടന്ന സംഭവം താൻ വടകര പോലീസിനെ അറിയിച്ചിരുന്നതായി അവർ അവകാശപ്പെട്ടു. എന്നാൽ വടകര ഇൻസ്പെക്ടർ ഈ വാദം തള്ളിക്കളഞ്ഞതോടെ യുവതിയുടെ ന്യായീകരണങ്ങൾ പൊളിഞ്ഞു. ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയത് ഷിംജിതയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. സോഷ്യൽ മീഡിയയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയതോടെ ഷിംജിത തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് മുങ്ങി. ഒരു വിരൽത്തുമ്പിൽ നിന്ന് ലോകം മുഴുവൻ കാര്യങ്ങൾ അറിയുന്ന ഈ കാലത്ത് ഒളിച്ചു കളിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഷിംജിതയ്ക്കും മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്.